നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു റെസിപ്പീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനായിട്ട് 1/2 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 125 ml ആണ് പാലുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് സെയിം ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി ഇത് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട പെർഫെക്റ്റ് പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ തന്നെ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് തണുക്കാൻ വെക്കാം. നല്ലോണം ചൂട് മാറിയതിന് ശേഷം ഇനി നമ്മളിത് എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 50 ഗ്രാം ബട്ടറാണ്. ഇത് ഞാനൊരു 15 മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇളക്കി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ നല്ല പേസ്റ്റ് പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം പിന്നെയും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു വൈറ്റ് കളറാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. കുറേ ഞാൻ ഇളക്കിയപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് നന്നായിട്ട് ഇളക്കി ആ ഒരു മാക്സിമം ഒരു വൈറ്റ് കളർ കിട്ടുന്നത് വരെ ഇങ്ങനെ ഇളക്കി ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു മാക്സിമം ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ മതി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ നേരത്തെ മൈദയും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചിട്ട് പിന്നെയും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഞാൻ ആ മിക്സ് മുഴുവൻ ഓരോ സ്പൂണായിട്ട് നമ്മുടെ ബട്ടറിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നേരിട്ട് കേക്കിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം തണുപ്പിച്ചെടുത്തതിന് ശേഷം ചെയ്താലും മതി. ഞാനിത് കേക്കിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഫ്രീസറിലോട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഈ കേക്ക് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കേക്കാണ്. ഇന്നലത്തെ വീഡിയോയിൽ കണ്ട ആ കേക്കാണ്. ഇത് ശരിക്കും 4 ലെയറായിട്ട് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഞാൻ 1/4 ഗ്ലാസ് പഞ്ചസാരയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അലിയിപ്പിച്ചെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾ മിക്ക വീഡിയോയിലും കാണിക്കാറുണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ക്രീം നല്ല സ്മൂത്ത് ക്രീമാണ്. നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്ര സ്മൂത്തായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റാറില്ല. ഈ കേക്ക് ഉണ്ടാക്കിയ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്രീമിലോട്ട് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇഷ്ടമാണെങ്കിൽ. എനിക്ക് ഈ ബട്ടറിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ചെറീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ചെറീസ് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ. അങ്ങനെ ഞാൻ കേക്കിൻ്റെ 3 ലെയറും വെച്ച് അതുപോലെ തന്നെ ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ചെറീസ് ഒന്ന് വെച്ച് കൊടുക്കാം.
ഈ ചെറീസ് എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു വിപ്പിംഗ് ക്രീം ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ, കേക്കിൻ്റെ ഐസിങ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചെറീസ് കടിക്കുമ്പോഴാണ് ആ കേക്കിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുക. അങ്ങനെ നമ്മൾ ചെറീസ് സൈഡ് മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ കേക്കിൻ്റെ മിഡിലായിട്ട് 3 ചെറീസാണ് വെച്ച് കൊടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള കേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഈ കുറച്ച് കേക്കുകളിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു കേക്കാണ്. ഈ കേക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിലല്ല കേട്ടോ, താഴെ വെച്ചിട്ട് നാളെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, ആ ഒരു ചെറിയുടെ ഒരു ടേസ്റ്റ് അതും കൂടെ വരുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് കേക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം.